അയ്യോ അവിവേകമൊന്നും കാണിക്കല്ലേ. ഇവിടെ ഞാനിന്ന് കൊല്ലും. വേണ്ട. ഇവിടെ കാരണം ഞാനിന്ന് നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടും. എന്റെ കുടുംബത്തിന്റെ അഭിമാനമാണ് നഷ്ടമായത്. ഇനി എങ്ങനെ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് തോക്കും? അതുപോലെയുള്ള വൃത്തിയുടെ ഇവിടെ കാണിച്ചത്. ശ്വാസം നിലച്ചു കിടക്കുന്ന ഗിരിയേട്ടന് CPR കൊടുത്തത് വൃത്തികേടായിട്ട് അച്ഛന് മാത്രമേ തോന്നൂ. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അത് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. പക്ഷേ മോളെ, ഇന്ദ്രജിത്തിന്റെ വീട്ടുകാർക്ക് ഒരു നീരസം ഉണ്ടായില്ലേ? അത് ഞാൻ നോക്കുന്നില്ല. എനിക്ക് വലുത് ഗിരിയേട്ടന്റെ ജീവനം. എന്നാ എനിക്ക് വലുത് നിന്റെ ജീവിതം. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച ഇന്ദ്രജിത്തോട്ടായിരിക്കും. ഇല്ല അച്ഛ, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. ഇനി അച്ഛൻ എന്നെ കൊന്നാലും ശരി, ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല. ാണ് നിന്റെ ഉദ്ദേശമെങ്കില് പിന്നെ നീ നിന്റെ അമ്മയെ ജീവനോടെ കാണില്ല. കൊല്ലും. മോളെ, കല്യാണത്തിന് സമ്മതിക്കേ. അമ്മയൊന്നും ചെയ്യരുത്. എനിക്ക് സമ്മതോ? വാക്ക് മാറ്റിയ മാറി. അടങ്ങിയിരിക്കും. കൊല്ലണം, അവനെയും അവളെയും കൊല്ലണം. കൊന്നിട്ടെന്തിനാ ജയിലിൽ പോയി കിടക്കാനോ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേ? ഇനി ഞാൻ ആ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവിടെ നടന്നത് എന്റെ പെണ്ണുകാണൽ ചടങ്ങാണെന്ന് അവിടെയുള്ള ഒട്ടുമിക്ക പേർക്കും അറിയാം. അവരുടെയൊക്കെ മുമ്പിൽ ഇന്ദ്രൻ വെറും കോമാളിയായി പോയില്ലേ? നാണക്കേട് നിനക്ക് മാത്രല്ല, ഈ കുടുംബത്തിനും കൂടിയാ. എന്തായാലും നീ കണ്ടെത്തിയ പെണ്ണ് അസലായിട്ടുണ്ട്. നിന്റെ വലിയ കൂട്ടുകാരുടെ പെങ്ങളല്ലേ അവള്? അവളെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ലായിരുന്നോ? ഇന്ദ്രൻ അവളുടെ സൗന്ദര്യത്തെ മയങ്ങിപ്പോയതായിരിക്കും. സൗന്ദര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, പെണ്ണിന്റെ സ്വഭാവ ഗുണം കൂടി അറിയേണ്ടിയിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നകുലിനും അവളെ കുറിച്ച് നല്ലതേ പറഞ്ഞിരുന്നുള്ളൂ. അവൾ ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തിന് ഇറങ്ങി പുറപ്പെടുമായിരുന്നോ? എന്തായാലും അവളെ സമ്മതിക്കണം. ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുമ്പോഴല്ലേ അവളവന്റെ ചുണ്ടത്ത് അവളുടെ ഒരു ചികിത്സ. ഇവൻ അവളെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെന്ന് അവൾക്കറിയാം. എന്നിട്ടും വലിയ പടനിലത്ത് പത്മനാഭൻ, കരിനീലിക്കാവിലെ മൂത്ത പ്രമാണി പറഞ്ഞിട്ടെന്താ മോളെ വളർത്തി വെച്ചിരിക്കുന്നത് ഒരു അഴിഞ്ഞാട്ടക്കാരിയായിട്ടല്ലേ? എന്തായാലും അവളുടെ സ്വഭാവം നേരിട്ട് കണ്ടത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്തായാലും അവളെ അവനെയും ഞാൻ വെറുതെ വിടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അതാ നല്ലത്. ഞാനൊരു തീരുമാനം പറയാം. നമുക്ക് ഈ ബന്ധം വേണ്ട. എന്നെ നാണം കെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കില് ഇനി നീ നിന്റെ അമ്മയെ ജീവനോടെ കാണില്ല. കൊല്ലും. ഇങ്ങനെ മുഖം കറുപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ദ്രജിത്തുമായുള്ള നിന്റെ വിവാഹം അതിന്റേതായ സമയത്ത് നടന്നിരിക്കും. നീ എന്തെങ്കിലും നോക്കി പിടിപ്പിക്കുന്നു.
നിന്റെ അഹങ്കാരവും തന്നിഷ്ടവും ഒക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോണം. എങ്ങോട്ടാടി പോന്നെ? നീ ഇങ്ങോട്ട് പോന്നെ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. പറഞ്ഞു തന്നെയാണല്ലോ ചേട്ടൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കേട്ടു. കേട്ടാ മാത്രം പോരാ, അനുസരിക്കണം. ഇന്ന് കാണിച്ചതുപോലെ ഒരു തെറ്റ് ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പം. ഇതൊക്കെ എത്ര പ്രാവശ്യം വിശദീകരിക്കണം? ഒരെണ്ണം വെച്ച് തന്നോണ്ടല്ലോ. മര്യാദക്കൂടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ പെണ്ണ നിന്നെ പട്ടണത്തിലയച്ച് പഠിപ്പിച്ചത് എല്ലാത്തിനും കാരണം. രാഹുല, കൊറേ നേരം ആയാലോ നീ ഇവളെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ട്. അമ്മ ഇവിടും എന്റെ ജീവനെ കരുതിയിട്ടാണെങ്കിലും ഇന്ദ്രജിത്തുമായുള്ള കല്യാണത്തിന് ഇവള് സമ്മതിച്ചല്ലോ. പിന്നെന്താ? അച്ഛനെ കൊണ്ട് അമ്മയുടെ കഴുത്തി തോക്ക് വെപ്പിക്കേണ്ട കാര്യം ഇവൾക്കുണ്ടായിരുന്നോ? നകുല, അതെല്ലാം കഴിഞ്ഞു. നീ ഇപ്പൊ ഇവൾക്ക് കുറച്ച് സ്വസ്ഥത കൊടുക്ക. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തായാലും പാറു അച്ഛനെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എടാ, നാളെ രത്നയുടെ പെണ്ണുകാണൽ ചടങ്ങാണ്. നീയും കൂടി വരണം. 10 മണി കഴിയുമ്പോ ചെക്കൻകുട്ടിൽ എത്തുമെന്നാ ഗിരി പറഞ്ഞത്. ആ നേരത്ത് നമ്മൾ അവിടെ ഉണ്ടാവണം. അമ്മ ഞാൻ എവിടേക്കും ഇല്ല.